بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മോമിനികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ 123 ആയത്ത് മുതൽ താഹ സൂറത്തിൽ നിന്നുള്ള 123 ആയത്ത് മുതൽ എടുക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഫഅക്കല മിൻഹാ ഫബദത് ലഹുമാ സവാതുഹുമാ വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന വഅസാ ആദമു റബ്ബഹു ഫഗവാ. അള്ളാഹുവിൻ്റെ ആജ്ഞകൾക്ക് വഴിപ്പെടാത്ത നിരക്ക് അതിന് എതിരായിക്കൊണ്ട് ആദം നബി അലൈഹി സ്വലാമും ഹവ്വാ റളിയല്ലാഹു അൻഹും നിരോധിക്കപ്പെട്ട വൃക്ഷത്തിൻ്റെ പഴത്തിൽ നിന്ന് ഭുജിക്കുകയും അത് ചെയ്തു. അങ്ങനെ ആദം നബിയിൽ നിന്ന് ഒരു അനുസരണക്കേടുണ്ടായി, അദ്ദേഹത്തിന് പിഴവ് സംഭവിച്ചു എന്നൊക്കെ കഴിഞ്ഞ 121 ആയത്തിൽ പറഞ്ഞതിന് ശേഷം 122 ആയത്തിൽ അള്ളാഹു ഈ പശ്ചാത്താപം സ്വീകരിക്കുകയും മറന്നുകൊണ്ട് ചെയ്ത ആ കാര്യത്തിൽ ആ പിഴവ് അള്ളാഹു തആല ആദം നബിയുടെ പശ്ചാത്താപം കാരണമായിട്ട് അതിനെ പുറത്തു കൊടുക്കുകയും അള്ളാഹു തആല കൂടുതലായിട്ട് ആദം നബിയെ തന്നിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു. പിന്നെ സന്മാർഗം, ശരിയായ മാർഗം ഏതാണെന്ന് ആദം നബിക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതും 122 ആയത്തിൽ പറഞ്ഞു. 123 ആയത്തിൽ അള്ളാഹു തആല പറയുകയാണ്, കാല അള്ളാഹു പറഞ്ഞു, ആദം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇഹ്ബിത്താ, നിങ്ങൾ രണ്ടുപേരും പുറത്തു പോവുക, മിൻഹായി, സ്വർഗത്തിൽ നിന്ന്, ജമീഅൻ, ഒരുമിച്ച് പുറത്തു പോകണം, രണ്ടുപേരും ഒരുമിച്ച് പുറത്തു പോവുക എന്ന് അല്ലാഹു തആല ആജ്ഞാപിച്ചു ആദം നബിയോടും ഹവ്വാ റളിയല്ലാഹു അൻഹയോടും. ബഅലുക്കും, നിങ്ങളിൽ ചിലര്, ലിബഅലിൻ, മറ്റു ചിലർക്ക്, അദുവ്വുൻ, ശത്രുവായി തീരും. നിങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളുകൾ പരസ്പരം ശത്രുക്കളാവാൻ സാധ്യതയുണ്ട്. ശത്രു ആയിക്കൊള്ളണമെന്നില്ല. അള്ളാഹുവിടെ പറയുന്നത് ശത്രു ആവും. എന്ത് കാരണത്താൽ? നിങ്ങളുടെ ജോലി സംബന്ധമായ ഫീൽഡുകളിൽ ശത്രുത വരാം, നിങ്ങളുടെ ജീവിത കാര്യങ്ങളിൽ ശത്രുത വരാം, നിങ്ങളുടെ നിങ്ങൾ നേച്ചുറലായിട്ടുള്ള വ്യത്യസ്തമായ ആ പരിതസ്ഥിതികളിൽ നിങ്ങൾക്ക് ശത്രുത വരാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പരസ്പരം വിഭിന്നമാണ്, അതിൽ നിങ്ങൾക്ക് പരസ്പരം ശത്രുത വരാം. ഇങ്ങനെ 2-4 കാര്യങ്ങൾ ഇവിടെ എണ്ണിപ്പറഞ്ഞു എന്നല്ലാതെ ധാരാളം കാര്യങ്ങളിൽ മനുഷ്യർ തമ്മിൽ ശത്രുത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് പറഞ്ഞത്, ഈ ശത്രുത വരുമ്പോൾ നിങ്ങൾ പരസ്പരം ശത്രുക്കളായി മാറും. ബഅലുക്കും ലിബഅലിൻ അദുവ്വുൻ, അള്ളാഹ് പടച്ചുവിട്ടു ശത്രുക്കളാവാൻ വേണ്ടി എന്നല്ല അതിൻ്റെ ഉദ്ദേശം. പിന്നെ ശത്രു ആവാം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, നിങ്ങൾ അധിവസിക്കുന്ന ദുന്യാവിൽ നിങ്ങൾക്ക് ദൈനംദിന കാര്യങ്ങളിൽ ഇടപെട്ട് ജീവിക്കേണ്ടി വരുന്ന കാലത്ത് നിങ്ങൾക്ക് അവിടെ സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം വരാം. ഈ അഭിപ്രായ വ്യത്യാസം ശത്രുതയിലേക്ക് മാറാം. അങ്ങനെയാണല്ലോ പലതും സംഭവിക്കുന്നത്. ഈ ലോകത്ത് വെച്ച് ആദ്യമായിട്ടൊരു കൊലപാതകം നടന്നത് തന്നെ ഹാബീൽ ആദം നബിയുടെ നേരെ 2 മക്കൾ തമ്മിൽ പ്രശ്നമുണ്ടായി. അപ്പൊ ആ കഥയിലേക്ക് ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല, എങ്കിലും മൊത്തത്തിൽ ചെറുതായിട്ട് പറയാം. അവര് പ്രശ്നമുണ്ടായി. അങ്ങനെ ജ്യേഷ്ഠനും അനുജനും കൂടിയുള്ള ആ വഴക്ക് അനുജനെ കൊല്ലുന്നതിലേക്ക് എത്തിച്ചു. ജ്യേഷ്ഠന് അതിനുവേണ്ടി പ്രേരിപ്പിച്ചു. അങ്ങനെ ജ്യേഷ്ഠൻ അനുജനെ കൊന്നു. അങ്ങനെയുള്ള കൊലപാതകം ഉണ്ടായത് അവരുടെ ഈ ദുന്യാവിൽ വന്ന ആദം നബി അലൈഹിസ്സലാമിന് അനുഭവിക്കേണ്ടി വന്നത് അത് അവര് തമ്മിലുള്ള ഇവിടുത്തെ ഈ ദുന്യാവിലുള്ള പ്രത്യേക കാര്യങ്ങൾ കാരണമായിട്ടാണ്. അതിന് കാരണം ഈ ഹാബീലിന്റെ ഭാര്യ
കാബീലിന്റെ ഭാര്യയേക്കാൾ സൗന്ദര്യവതിയായിരുന്നു. ഇതിൽ ദുഃഖിതനായ ഹാബീലിനെ കൊല്ലുകയാണ് ചെയ്തത്. അപ്പോ ഇവിടുത്തെ ജീവിത പ്രശ്നവും ശൈലിയും അനുസരിച്ചാണ് അങ്ങനെയുള്ള ഈ ശത്രുതൊക്കെ വന്നുകൂടുന്നത്. അല്ലാതെ ശത്രുക്കളായിട്ട് അള്ളാഹു ഇങ്ങോട്ട് അയച്ചതല്ല. ചെങ്ങളിൽ ചിലർക്ക് ശത്രുവാണ്. അങ്ങനെ നിങ്ങൾക്ക് എന്റെ പക്കൽ നിന്നുള്ള ഹിദായത്ത് വന്നു കഴിഞ്ഞാൽ എന്റെ ഹുദയോടാര് പിൻപറ്റുന്നുവോ ഫലായതില്ലു, അവൻ പിഴക്കുകയില്ല, അവൻ പരാജയപ്പെടുകയുമില്ല, അവൻ കഷ്ടപ്പെടുകയോ ബുദ്ധിമുട്ടുകയോ ചെയ്യേണ്ടി വരില്ല. എന്റെ ഇങ്ങനെ നിങ്ങൾ ദുന്യാവിൽ പോയി ദുന്യാവില് ജമിയാൻ നിങ്ങൾ ഒരുമിച്ച് ഇവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പോണം എന്നാണല്ലോ അന്ന് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾക്ക് സന്താനങ്ങളും പിന്നെ നിങ്ങളുടെ സന്താനങ്ങളൊക്കെ കൂടുതലുണ്ടായി വരുമ്പോൾ അവർ തമ്മിൽ ശത്രുത ഉണ്ടാവാം. ശത്രുതയുണ്ടാവുന്നത് അവർ ജീവിക്കുന്ന ദുന്യാവിൽ ജീവിക്കുന്ന ഫീൽഡുകളിൽ ഭിന്നാഭിപ്രായക്കാരാവും. അത് ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടായിരിക്കും, ചിലപ്പോൾ ജീവിതത്തിന്റെ മറ്റു രംഗങ്ങളിലായിരിക്കും. പിന്നെ ഇവരുടെ പ്രകൃതി, മനുഷ്യപ്രകൃതി അനുസരിച്ച് അതിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാവാം. പിന്നെ മനുഷ്യന്റെ പ്രകൃതി അനുസരിച്ച് അവന്റെ ആഗ്രഹങ്ങൾ ഉണ്ടാവാം, ഇതിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. ഒരാൾക്ക് കിട്ടിയ കാര്യം അതിനേക്കാൾ മെച്ചപ്പെട്ടത് എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചു പോവുക, എന്നിട്ട് അത് കിട്ടാതെ വരുമ്പോൾ ശത്രുത കൂടുക, ഇങ്ങനൊക്കെ ഉണ്ടാവാം. അങ്ങനെയുള്ള ശത്രുക്കളാവാം നിങ്ങൾ. ഇപ്പൊ ഇമ്മായെത്തിയക്കും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എൻ്റെ ഹുദ നിങ്ങൾക്ക് വന്ന് കിട്ടിയ ഹുദ അനുസരിച്ച്, സന്മാർഗമനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ പിഴയ്ക്കുകയില്ല, നിങ്ങൾക്ക് പരാജയപ്പെടുകയും ചെയ്യില്ല, പരാജയം ഉണ്ടായും ചെയ്യില്ല, നിങ്ങൾ കഷ്ടപ്പെടേണ്ടും വരില്ല എന്നാണ് 123 ആയത്തിൽ പറഞ്ഞത്. അപ്പോ ആദം നബിയോടും ഹവ്വാവിനോടും അല്ല പറഞ്ഞു, ഇൻസിലാമിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോണം, മിനൽ അർളി, ഭൂമിയിലേക്ക്, മുജ്തമഈന, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോണം. വബഅദു ദുരിയത്തുകുമാ, നിങ്ങളുടെ സന്താനങ്ങളിൽ ചിലര് അദുവുൽ ബഅദിൻ, മറ്റു ചിലർക്ക് ശത്രുവായി തീരും. ബിസബബിൽ കസ്ബി വൽ മആശി വഖ്തിലാഫി തബാഇഇ വറഗ്ബാത്ത്, ജോലി സംബന്ധമായ കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിത സംബന്ധമായ ഫീൽഡുകളിലും, വഖ്തിലാഫി തബാഇ, നിങ്ങളുടെ പ്രകൃതികൾ വ്യത്യസ്തം വരുന്നതിലും, വറഗ്ബാത്തി, നിങ്ങളുടെ വിഭിന്നമായ ആശയങ്ങളിലൊക്കെ നിങ്ങൾക്കുള്ളത് ഇതിൽ ശത്രുത ഉണ്ടായേക്കാം. അങ്ങനെ വരുമ്പോൾ എൻ്റെ ഹുദ, നിങ്ങൾക്ക് വന്നു കിട്ടിയ ഹുദയിൽ നിങ്ങൾ അതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദുന്യാവിലും കഷ്ടപ്പെടേണ്ടി വരില്ല എന്നർത്ഥം. അല്ല, നിങ്ങൾ ആയത്ത്. ആരെങ്കിലും പിന്തിരിഞ്ഞു പോയാൽ, പരിഗണിക്കാതെ, അൻദിക്രി, എന്റെ കൽപ്പനകൾ പരിഗണിക്കാതെ, അവൻ മറന്നതായിട്ട് അഭിനയിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോവുക. എന്റെ കൽപ്പന അതവൻ നോർമൈൻഡാക്കി തള്ളുക, അതിനവന് വലിയ പരിഗണന നൽകുന്നില്ല. ആ നിലക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്നലഹു, തീർച്ചയായും അവനുണ്ട്, മഈശത്തൻ ലങ്ക, വളരെ ഇടുങ്ങിയ ജീവിതമായിരിക്കും അവന് ദുന്യാവിൽ ലഭ്യമാവുക. ഒമൻ അഅറള, ആരെങ്കിലും പിന്തിരിഞ്ഞു പോയാൽ, പരിഗണിക്കാതെ വന്നാൽ, അതിന് ദിക്രി, എന്റെ കൽപ്പന, എന്നിട്ട് അവൻ പിന്നെ അത് കൽപ്പനയെ സംബന്ധിച്ച് ഒന്നും അറിയാത്തവനായിട്ട് അല്ലെങ്കിൽ മറന്നവനായിട്ട് അഭിനയിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്നലഹു, തീർച്ചയായും അവനുണ്ട്, മഈശത്തൻ, ഒരു ജീവിതം, ലങ്ക, വളരെ കുടുസമായ, ലങ്ക എന്ന് പറഞ്ഞാൽ ലയ്യിഖ്, കുടുസമായ ജീവിതമായിരിക്കും അവന് ദുന്യാവിൽ ഉണ്ടാവുന്ന പറയുന്നത്. ദുന്യാവിൽ അങ്ങനെയുള്ള ഒരു സ്ഥിതിയാണ് അവന് വന്നുകൂടുക. വൻ അശ്റുഹു, മരണപ്പെട്ടു കഴിഞ്ഞാൽ ആഖിറത്തിലോ അവനെ നാം എഴുന്നേൽപ്പിക്കും, ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. യൗമൽ ഖിയാമത്തി, അന്ത്യദിനത്തിൽ, ആമ, അന്ധനായിട്ട്,
അവൻ കണ്ണ് കാണാത്ത നിലക്കാണ് അവന് എഴുന്നേൽപ്പിക്കുക. ഇത് ആർക്കാണ്? അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച ആളുകൾക്കാണ് കേട്ടാ. ദുന്യാവിൽ തന്നെ വിഷമം. ദുന്യാവിൽ നിന്ന് മരിച്ചുപോയ ആഖിറത്തിലെത്തിയാൽ അവിടെ മഹ്ശറയിലേക്ക് അവനെ എഴുന്നേൽപ്പിക്കുന്നത് പിന്നെ കണ്ണ് കാണാത്ത നിലക്കാണ്. അവൻ അവിടെ വെച്ച് ചോദിക്കും, എനിക്ക് ദുന്യാവില് കണ്ണൊക്കെ ഉണ്ടായിരുന്നല്ലോ, കാഴ്ചശക്തി ഉണ്ടായിരുന്നല്ലോ, പടച്ചവന് എന്താണ് എന്നെ ഇങ്ങനെ ചെയ്തത് എന്നവൻ ചോദിക്കും. അത് 125-ാമത്തെ ആയത്തിലാണ്. قال رب لما حشرتني أعمى وقد كنت بصيرا. ഖിയാമത്ത് നാളില് അല്ലാഹു തആല അവനെ എഴുന്നേൽപ്പിച്ച് മഹ്ശറയിലേക്ക് കൊണ്ടുവരിക. ഈ കൊണ്ടുവരുന്ന നേരത്ത് അവൻ എഴുന്നേൽപ്പിക്കുന്നത് കണ്ണ് കാണാത്ത നിലയ്ക്കാണ്, അന്ധനായിട്ട്. ഇതിനെ സംബന്ധിച്ചുള്ള തഫ്സീർ മന്നാറുള്ള നംദി ഒമാ അൻസൽതുഹു അലാ റുസുലി മിനശ്ശറാഇ വൽ അഹ്കാം. എൻ്റെ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോയ ആളുകൾ ഞാൻ എൻ്റെ മുർസലീങ്ങൾക്ക് അയച്ചു കൊടുത്ത ശറാഇഉം അഹ്കാമും, അതായത് ഇസ്ലാമിൻ്റെ ശരീഅത്ത്, അവിടെ അതിൻ്റെ വിധിവിലക്കുകൾ, ഇതിനൊന്നും വകവെക്കാതെ താന്തോന്നിയായിട്ട് നടന്ന ആളുകൾ ഫിന്നലഹു മഈശത്തൻ ഫിന്നലഹു ഫിദ്ദുന്യ, ദുന്യാവിൽ അവനുണ്ട് മഈശത്തൻ ഖാസിയത്തൻ ശദീദത്തൻ, വളരെ കറുത്തിരുണ്ട ഒരു ജീവിത ശൈലിയാവും അവനുള്ളത്. എന്ന് പറഞ്ഞാൽ അവന് കുടുസമായ ജീവിതമാവും അവന് ദുന്യാവിൽ ലഭിക്കുക. എന്നാൽ ഖിയാമത്ത് നാളിൽ മഹ്ശറയിലേക്ക് അവനെ വിളിച്ചു കൊണ്ടുപോകുന്നത് എങ്ങനെയാവും? അത് അമൽ ബസർ, കാഴ്ചശക്തി നഷ്ടപ്പെട്ടവനായിട്ടാവും. ഇബ്നു കസീർ എന്ന മുഫസ്സിർ പറയുന്നത് മൻ അറള അൻ അംരില്ലാഹ് വതനാസാഹു, അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് മറന്നതായി അഭിനയിച്ചിട്ട് ആരെങ്കിലും പിന്തിരിഞ്ഞു പോയാൽ പിന്നെ ലഹു ഹയാത്തൻ ദയ്യിഖൻ ഫിദ്ദുനിയ, ദുന്യാവിൽ അവന് കുടുസമായ ജീവിതമാവും. ഫലാ തുമഅനീനത ലഹു, അവനൊരു സ്വസ്ഥത ഉണ്ടാവില്ല. ഹൃദയത്തിനൊരു വിശാലതയും ലഭിക്കില്ല, ഉള്ള വിശാലത നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാവും ആര്? മന്നാറദാൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലങ്ക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. എന്റെ ആജ്ഞകളെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ദുന്യാവിൽ വളരെ കുടുസമായ ജീവിതമായിരിക്കും. മഹ്ശറയിലേക്ക് അവൻ എഴുന്നേറ്റ് പോകുന്ന കണ്ണ് കാണാതെയായിരിക്കും എന്നാണ് ഇപ്പോൾ 124 പറഞ്ഞ 125. അവൻ ചോദിക്കുകയാണ്, അവൻ ചോദിക്കുന്നത്, റബ്ബി, എൻ്റെ രക്ഷിതാവേ, ലിമ ഹശർതനീ, എന്നെ എഴുന്നേൽപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? കണ്ണ് കാണാത്തവനായിട്ട് എഴുന്നേൽപ്പിച്ചത് എന്തിനാ? ഖദ് കുന്തു ബസീറ, ഞാൻ കണ്ണ് കാണുന്നവനായിരുന്നല്ലോ ദുന്യാവില്, എന്ത് പറ്റി എനിക്ക്? ഇത് കാഫിര്യങ്ങൾ പറയുന്ന ഒരു ശൈലിയാ. യാ റബ്ബി ഖാലൽ കാഫിറു യാ റബ്ബി ബിഅയ്യി ദംബിൻ അഖ്ബതനി ബിൽ അമാ, എന്തൊരു ശിക്ഷയാണ്, എന്തൊരു ദോഷമാണ് റബ്ബേ ഞാൻ ചെയ്തത്? എന്നെ ശിക്ഷിച്ചത് കണ്ണ് കാണാത്ത നിലക്കാണല്ലോ, കൊണ്ട്, അന്ധത കൊണ്ടാണ് ഇപ്പൊ എന്നെ നീ ശിക്ഷിച്ചിട്ടുള്ളത്. ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രം ഒരു തെറ്റ് ഞാൻ എന്താണ് ചെയ്തത് എന്ന് കാഫിർ ചോദിക്കും. അവിശ്വാസിയായ മനുഷ്യൻ ആഖിറത്തിൽ വെച്ച് അള്ളാഹുവിനോട് ചോദിക്കും. വഖദ് കുന്തു ബസീറ ഫി ദുനിയ, ദുന്യാവിലാണെങ്കിൽ എനിക്ക് നല്ല കാഴ്ചശക്തി ഉണ്ടായിരുന്നല്ലോ റബ്ബേ, എന്ത് പറ്റി എന്ന് അവൻ ചോദിക്കും എന്നാണ് ഈ 125-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് 126-ാമത്തെ ആയത്ത് മുതൽക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.